പാലാ കൊച്ചിടപ്പാടി സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിന്റെ 23ാമത് വാർഷികാഘോഷവും രക്ഷാകർതൃ സമ്മേളനവും വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു. മനോഹരമായ രംഗപൂജ നൃത്തത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ 30ലേറെ മെഡലുകൾ കരസ്ഥമാക്കിയത് ഏറെ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഇവിടെ കുറച്ചു മുമ്പ് അവതരിപ്പിച്ച 8 പെൺകുട്ടികൾ അവതരിപ്പിച്ച രംഗപൂജ നമ്മളെല്ലാവരും ദർശിച്ചു. എത്ര മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. സത്യത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം എൻ്റെയും മൂത്ത അതൊരു പെൺകുട്ടിയാണ്. നാം സിനിമയിലൊക്കെ കാണുന്നത് പോലെ അത്ര മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. ഈ കുട്ടികളെ, ഈ സ്പെഷ്യൽ സ്കൂളിലെ ഈ കുട്ടികളെ ഇത്ര മനോഹരമായി അണിയിച്ചൊരുക്കി ഇത്ര നന്നതുപോലെ പെർഫോം ചെയ്യുവാൻ സഹകരിച്ച അല്ലെങ്കിൽ അതിനോട് കഠിനാധ്വാനം ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സെ, നിങ്ങളാണ് ഭൂമിയിലെ മാലാഖമാർ. നിങ്ങളെയാണ് ഞാൻ അങ്ങേയറ്റം ഇതിൻ്റെ അകത്ത് അഭിനന്ദിക്കുന്നത്. സ്നേഹിതരെ, നമുക്കറിയാം ഇന്ന് പാലായെ സംബന്ധിച്ചിടത്തോളം പാലാ സബ് ജില്ല ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു തലസ്ഥാനമാണ്. എല്ലാ തരം മെഡിക്കൽ കോളേജ് ഒഴിച്ച് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ പാലായിലുണ്ട്. നമുക്ക് കയ്യെത്താത്ത ദൂരത്തുണ്ട്. സ്പെഷ്യൽ സ്കൂൾ തന്നെ അനവധിയുണ്ട്. നമുക്കറിയാം, നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജ്, IIT, അതുപോലെ നഴ്സിംഗ് കോളേജുകൾ, ഒരു പിടിസ് കോളേജുകൾ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലുള്ള വളരെ ഏറെ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. അവയൊക്കെ തന്നെ മികച്ച നിലവാരം പുലർത്തുന്നവരാണ്. പക്ഷേ നമ്മുടെ ഈ സ്കൂള് പോലെ നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയം ജില്ലയിലെ കേരളത്തിലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകളിലെ ഏറ്റവും നല്ല സ്കൂളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേറെ എന്നെ സന്തോഷപ്പെടുത്തുന്ന ഒരു സംഗതി, കഴിഞ്ഞ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ 12 സ്വർണ്ണ മെഡലുകളും 8 സിൽവർ മെഡലുകളും 6 ബ്രോൺസ് മെഡലുകളും നേടിയെന്ന് ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിച്ച സിസ്റ്റർ റോസ്മിത പറഞ്ഞപ്പോൾ ഞാൻ അത്യധികമായി സന്തോഷിക്കുന്നു. കാരണം ഈ കുട്ടികൾ നമ്മുടെ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ 8 സ്വർണ്ണം, 12 26 മെഡലുകൾ നേടി. സത്യത്തിൽ നമുക്ക് അമ്പരപ്പിക്കുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണത്. കൂടാതെ സിസ്റ്റർ വായിച്ചു, റിപ്പോർട്ടിൽ പറഞ്ഞു, മറ്റ് പല സ്പോർട്സ് രംഗങ്ങളിലും കയാക്കി പോലുള്ള പല സ്പോർട്സ് നമുക്ക് പാലക്കാരെ സംബന്ധിച്ച് എത്തി നോക്കാൻ പറ്റാത്ത രംഗങ്ങളിൽ പോലും ഇവർ മികവ് പുലർത്തുന്നു. സ്നേഹഗിരി സുപ്പീരിയർ ജനറൽ റവറൻഡ് സിസ്റ്റർ പീയൂഷ SMS ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ ഞങ്ങൾ ആദരിക്കുകയാണ്. കാരണം നിങ്ങളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളുടെ നന്മ കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഇന്നീ മക്കൾ ഈ സ്കൂളിൽ, ഈ ഭവനത്തിലായിരിക്കുന്നത്. ഇവരുടെ കുറവുകളെ നിങ്ങൾ നിറവുകളായി കണ്ട് ഇവരെ സംരക്ഷിച്ചു, ഇവരെ വളർത്തി വലുതാക്കി, നിങ്ങൾ ഇവരെ നന്നായി ജീവിക്കാൻ അനുവദിച്ചു. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവങ്ങളായ ഈ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്മകൾ നേരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ റോസ്മിത SMS റിപ്പോർട്ട് അവതരിപ്പിച്ചു. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ SCRTയുടെ സിലബസ് അനുസരിച്ചാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത്. വിവിധ സഹായങ്ങൾ ആവശ്യമുള്ള കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഡെവലപ്മെന്റൽ തെറാപ്പി എന്നിവയും നൽകി വരുന്നു. പാഠ്യേതര പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ ചിട്ടയായ പരിശീലനത്തിന് പാഠ്യ വിഷയങ്ങൾക്ക് പുറമെ പാഠ്യേതര വിഷയങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. കലാകായിക കഴിവുകളുടെ വികസനം ഇവരുടെ സ്വഭാവ രൂപീകരണത്തിനും പുനരധിവാസത്തിനും സഹായിക്കുന്നു. യോഗ, സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ് കുട്ടികളുടെ കായിക മികവ് ലക്ഷ്യം വെച്ച് അന്തർദേശീയ തലത്തിൽ നിലകൊള്ളുന്ന ഒളിമ്പിക്സാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ്.
ഈ വർഷം കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാനതല സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സ്നേഹാരാമിൽ നിന്ന് 11 കുട്ടികൾ പങ്കെടുക്കുകയും 12 ഗോൾഡ് മെഡലും 8 സിൽവർ മെഡലും 3 ബ്രോൺസ് മെഡലും കരസ്ഥമാക്കി. MST ഡയറക്ടർ ജനറൽ റവറൻ ഡോക്ടർ വിൻസെന്റ് കദളിക്കാട്ടിൽ പുത്തൻപുര അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഇവിടെ ഈ ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇതൊരു സ്പെഷ്യൽ സ്കൂൾ കലോത്സവമാണോ, വാർഷികമാണോ, അതോ ഒരു CBSE ICSE പോലെയുള്ള മറ്റൊരു വലിയ സ്കൂളിൻ്റെ വാർഷികോത്സവമാണോ എന്ന് ചിന്തിച്ചു പോയി. തുടക്കം മുതലേ ഈ സ്റ്റേജ് സെറ്റപ്പുകളും ആദ്യത്തെ രംഗപൂജയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് സാധാരണ കുട്ടികൾ പഠിക്കുന്ന വലിയ ഒരു സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്നത് പോലെ ഉള്ള ഒരു പ്രതീതി ഉണ്ടായി. വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വർണ്ണാഭമായി. മൂന്നാനി സെന്റ് പീറ്റേഴ്സ് ചർച്ച് വികാരി റവറൻ ഫാദർ കുര്യൻ ആനിത്താനം, പാലാ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ സിസ്റ്റർ കാർമൽ ജിയോ SMS, പാലാ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ജെ ചീരാംകുഴി, പാലാ നഗരസഭ ICDS സൂപ്പർവൈസർ ജ്യോതി S കുമാർ, വാർഡ് കൗൺസിലർ സിജി ടോണി തോട്ടത്തിൽ, ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര, സ്നേഹാരാം സ്റ്റാഫ് പ്രതിനിധി സിസ്റ്റർ അമൽ ജോസ് SMS, PTA പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മൂന്നാനി ഇടവയെക്കുറിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കുമ്പോൾ വലിയ സ്കൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റർ ഇവിടുത്തെ മദർ എന്നോട് സൂചിപ്പിച്ചൂടെ ഒരു സ്കൂളുണ്ട്, സ്പെഷ്യൽ സ്കൂളുണ്ട്, സ്നേഹാരാം എന്ന് പറയുന്ന സ്കൂളുണ്ട് എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചു. കുഞ്ഞുങ്ങളെ കാണുവാൻ വേണ്ടി ക്ഷണിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ സങ്കടമെല്ലാം മാറി. കാരണം എന്ന് വെച്ചാൽ LP സ്കൂളും അല്ല, UP സ്കൂളും അല്ല, ഹൈസ്കൂളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റോട് കൂടിയുള്ളത് വിവിധ കലാകാരന്മാരും കലാകാരികളുമായ ഉള്ള വ്യക്തികളാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ ഒത്തിരിയേറെ സന്തോഷം എനിക്കുണ്ടാവുകയാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് ഏതാനും കുട്ടികളുമായി തുടക്കം കുറിച്ച പ്രതീക്ഷാ ഭവൻ ഇന്ന് വിഭിന്ന ശേഷിയുള്ള 94 കുട്ടികൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ആരാമമായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. വിഭിന്ന ശേഷിയുള്ള ഈ കുട്ടികൾ അവരുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് ലോകത്തെ മനോഹരമാക്കി തീർക്കുന്നവരാണ്. ശാരീരികമോ ബൗദ്ധികമോ ആയ കുറവുകൾ അവർക്കുണ്ട് എങ്കിലും അവർ സമാനതകളില്ലാത്ത പ്രതിഭകൾ തന്നെയാണ്. അവരെ മനസ്സിലാക്കുവാനും അവർക്കൊപ്പം സ്നേഹത്തോടെ നിൽക്കുവാനുമാണ് നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമായി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശമാണ് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല നിങ്ങൾ സ്വീകരിക്കുന്നത്, നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും നേടിത്തരുന്നതിനും ബാധ്യസ്ഥയായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്ന നിലയിൽ നിങ്ങളുടെ ആവശ്യമായ എല്ലാ കാര്യങ്ങൾക്കും ഞാനും അതുപോലെ തന്നെ നമ്മുടെ പാലാ മുനിസിപ്പാലിറ്റിയും നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്കറിയാം, നമ്മുടെ
വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും നടന്നു. BMTV ന്യൂസ്, പാലാ.